കലാമണ്ഡലം അവിടെ നിന്ന് ഒരറിയിപ്പ്, കഥകളിപ്പാട്ട് പഠിക്കാൻ ഒരു കുട്ടിയെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഓയൂരിൽ നിന്ന് കയറിയാൽ കൊട്ടാരക്കര നിന്ന് ചങ്ങനാശ്ശേരി വരണം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബോട്ട് കയറി എറണാകുളത്ത് ഇറങ്ങണം. എറണാകുളത്ത് നിന്ന് കരിവണ്ടി കയറി ഷൊർണൂർ ഇറങ്ങണം. അങ്ങനെ ഏതാണ്ട് 2 ദിവസത്തെ യാത്രയാണ് കലാമണ്ഡലത്തിലെത്തണമെങ്കിൽ. ഈ കഥകളി സംഗീതം എന്ന് അവിടങ്ങളിൽ പാടുന്ന ആ സംഗീതം കേട്ടിട്ട് അതിനോടൊരു വെറുപ്പ് തോന്നിയിരിക്കുന്ന സമയമാണ്. ഞാൻ വെങ്കടേശ്വരരുടെ ശിഷ്യനാണ്, നമ്പീശൻ്റെ ശിഷ്യനാണ്. ശിവരാമൻ അങ്ങനെ 3 ആശാന്മാർ, അല്ല പിന്നെ ഒരു മാധവ പണിക്കര്, 4 ആശാന്മാർ എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇവിടെ ചേരുമ്പോൾ അദ്ദേഹം സീനിയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഒരു ഗുരുനാഥനെ പോലെയും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയും ആണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ലാസ്റ്റ് ഇയർ ആയിട്ടുള്ളത്. അങ്ങനെ ഉള്ള മുഴുവൻ ഗുരുനാഥൻ എന്ന് പറയാനും വയ്യ. എന്നാൽ നമ്പീശാശാൻ്റെ കീഴിൽ അദ്ദേഹം കുറെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗുരുസാരീരമാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. ജ്യേഷ്ഠൻ വികാരത്തിലാണ് ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട്. ഞാനും ഈ ഗംഗാധരനും ഗോപിയും പിന്നെ പന്തളം കേരളന്മാർ സുന്ദരനാരായണനായിട്ടാണ് വേട്ടത്തിന്. അവരൊക്കെയാണ് മെയിനാണ്. അല്ല, അത് ഈ മൈനർ സെറ്റിൻ്റെ വലിയ പ്രധാനപ്പെട്ട ആള്. അതിൽ ഇവരാണ് ഗോപിയാശാനാണ് പ്രധാന ആദ്യസ്ഥാന വേഷം, ഗംഗാരാശാനാണ് പൊന്നാരി പാടാനുള്ളത്. അങ്ങനെയുള്ള ആ ഒരു ജ്ഞാനം കൊണ്ട് അവർക്ക് നല്ല ഉന്നതിയിലേക്ക് എത്താൻ സാധിച്ചു. ആ ഒരു മൈനർ സെറ്റ് കളിയുടെ കാരണമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വളരാനൊക്കെ സാധിച്ചിട്ടുള്ളത്. പാട്ട് പഠിക്കണം എന്ന് വെച്ചാൽ പാട്ട് മാത്രം പോരാ, ഒരു സാഹിത്യം പഠിക്കണം. അതിൻ്റെ ഭാവം മനസ്സിലാക്കണം. ഇതിനൊക്കെ കൂടി നമുക്ക് ഈ 6 വർഷമോ 8 വർഷമോ മതിയാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച കർണാടക സംഗീതം അവിടെ വച്ചിട്ട് പിന്നെ ഇതിലേക്കായി എൻ്റെ കൂടുതൽ ശ്രദ്ധ. അനവധി കാലം ശിവരാമദാസനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവസാനം കുറച്ച് കാലമാണ് പിന്നെ നമ്പീശാശാൻ്റെ കൂടെ പാടിയിട്ടുള്ള പരിജ്ഞാനം. അങ്ങനെയാണ് ആദ്യം പഠിപ്പിച്ചത്. കാര്യമായിട്ട് മുഴുവൻ ഇപ്പം നവതീരം പോലുള്ള കഥകളൊക്കെ നമ്പീശാശൻ ചെല്ലിച്ചിട്ടുണ്ടാവും. അതിന് മുമ്പേത്തെ അടിസ്ഥാനമായിട്ട് പഠിപ്പിച്ചതൊക്കെ ശിവരാമദാസനാണ്. എനിക്ക് കൊണ്ടിട്ടുള്ള അടിക്കൊന്നും യാതൊരു കണക്കുമില്ല. ആ ഒരു ആശാൻ ഉണ്ടായിരുന്നു, മുതുവത്തിങ്ങനെ ഇടിച്ചും അടിച്ചും
എന്നാൽ എനിക്ക് അത്ര സംഗീതം ഇല്ലാത്തവനല്ല. ഞാൻ ഇവിടുന്ന് 5 വർഷം സംഗീതം പഠിച്ചിട്ട് പോയവനാണ്. പക്ഷെ അങ്ങേർക്ക് അത് പിടിക്കില്ല. എൻ്റെ സംഗീതം അങ്ങേർക്ക് പിടിക്കില്ല. എന്നെ പഠിപ്പിക്കുന്ന ആശാനം അങ്ങേരിങ്ങോട്ട് വന്ന് 2 ഇടിയും ആട്ടിയും ഒരു ദിവസം ഞാൻ പറഞ്ഞ് എന്നെ അടിക്കാൻ പാടില്ല. അതായത് വെളുത്ത ദേഹത്ത് ഈ കമ്പ് കൊണ്ട് തൊട്ടാൽ അതിങ്ങനെ തണുത്തിരിക്കും. കുളിക്കാൻ പോകണമെങ്കിൽ ആ ഭാരതപ്പുഴപ്പുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ആളുകൾ ചോദിക്കും ഇതെന്തോ ഇത് അതിനെ അടിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ കൈ കൊണ്ട് അടിക്കും. അങ്ങനൊരു സമ്പ്രദായമായിരുന്നു, ഗുരുകുല സമ്പ്രദായം. ഏറ്റവും കൂടുതൽ സംഗീതത്തിന്റെ അതിപ്രസരമുള്ളത് ഗംഗാരാശാന്റെയിലും ഹരിദാസന്റെയിലും. അതെ, എങ്ങനെ ഉപയോഗിക്കണമല്ല. അതിപ്രസരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അതിപ്രസരം എന്ന് പറഞ്ഞാൽ സംഗീതം കൊണ്ട് MD രാമായണൻ അതിപ്രസരക്കാരനല്ലേ? അതെ, സർക്കസ് സംഗീതം സംഗീതം കയ്യിലിട്ടിങ്ങനെ ലക്ഷ്മി തൽപേ ഇങ്ങനെ പാടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഇഴുകി ഇഴുകി പാടുന്നതിന്റെ ഗംഗാരസം ഒരു സംഭവം. ഇങ്ങനെ പാടുന്ന
ഒരു 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 ശൈലിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് ആ ഗംഗാരസൻ എന്ത് പാടിയാലും ആ സംഭവം ഉണ്ടോ. ಸದನ ಸ್ವಾಪದೆಯಾದಿ ಸದನ ಸ್ವಾಪದೆಯಾದಿ ಸದನ ಸ್ವಾಪದೆಯಾದಿ ಸಕಲಂ ಬಾಕಿಲತ್ಯಾದಿ ಸದನ ಸ್ವಾಪದೆಯಾದಿ ಸಕಲಂ ಬಾಕಿಲತ್ಯಾದಿ ಶ್ರೀರದಿ ಮುಮಜ ನಾಯಿಗೆ ഇങ്ങനെ പാടുന്നു. മറ്റാള് നഷ്ടമാ ഇങ്ങനെ പാടും ഇങ്ങനെ. മറ്റാള് പൊട്ടാ വൽകുന മട്ടല ദേവനെ അതറിയാത്ത അങ്ങനെ പാടും. ഇത് ചുട്ടു പൊട്ടിച്ചവനെവിടെ സാമ്യം, ഇതിലെവിടെ പട്ടീന്ദ്രസനാകും ലക്ഷ്മീശകൃപയാലേ ലക്ഷ്മീശകൃപയാലേ പട്ടീന്ദ്രസനാകും ലക്ഷ്മീശകൃപയാലേ അങ്ങാടിപ്പുറത്ത് വെച്ച് ഞാനും എംബ്രാന്തരിയും കൂടെ ഒന്നാം ദിവസം പാടി. മൂത്തേളം എന്നും പറഞ്ഞൊരു നമ്പൂരിയുണ്ട്, ഒരു ചറുവായ. പിറ്റേ ദിവസം ഓടി ചെറുതി വന്നിരിക്കുന്നു നമ്പീശനോട് പറയാൻ. നമ്പീശ, താൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല ഗംഗാനും എംബ്രാനും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മനുഷ്യർ പറഞ്ഞു. ഈ ദേശമൊക്കെ ആദ്യാശാനല്ലേ ആദ്യാശാനല്ലോ. ഈ നമ്പീശാശാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ആശാനോട് എന്തെങ്കിലും പറയാറുണ്ടോ? ആശാന്റെ മുമ്പ് ഞാൻ പാടാറില്ല. ഞാൻ തെക്കങ്ങാനും പോയി പാടുവാന്നല്ല. അല്ല, ആശാൻ ഒന്നും പറയില്ല കേട്ടോ. ആശാൻ പിന്നെ ഈ കരകരപ്രിയൊക്കെ അന്ന് ഉളപ്പമണ്ണ ഒരു അമ്പ എന്ന് പറഞ്ഞൊരു കഥ എഴുതി. ആ കഥയിൽ പുറപ്പാടുണ്ട്. അപ്പം ഞാൻ രാമവാരും കൂടിയാണ് ഈ പുറപ്പാട് പാടുന്നത്. കരകര അത് കരകര ആശാൻ അറിഞ്ഞൂടാ. കരകരപ്രിയ പാടെന്ന് പറയും. സരസി ജന്നവസോത്തരി, അതാണ് ഹംസാംസം പാടിയത്. ഹംസമേ ചിന്ത എന്തുതേ എന്നുടെ ഹൃദയം അന്യനെ
പറഞ്ഞത് ശരിയാ. ശിവരാമനാരായണൻ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ പാട്ടുകാരനായി വരില്ലായിരുന്നു. അത് ശരിയാണോ? കാരണം അദ്ദേഹം ഈ വചനശ്രവം മാത്രമല്ലാണ്ട് വേറെ പഠിപ്പിക്കണ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അല്ലല്ല, കാരണം ഏകദേശം ഒരു ഇച്ചിരി സംഗീതമൊക്കെ പഠിച്ച് പോയ ഒരാൾ ഈ ആനന്ദ ഇത് കേട്ടാൽ രുചിക്കും. ആനന്ദ അല്ലെങ്കിൽ ആനന്ദ ഏതെങ്കിലും രീതിക്ക് ശിവരാമരാജനെ സംബന്ധിച്ച് ഈ ഒരു പദം ഒരു വർഷം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. പൂരിവിക്രമ അത് പണ്ടേ നമ്പീശാശനൊക്കെ അങ്ങനെ തന്നെയാണ് പാടിയിരുന്നത്. അതെ അതെ, വെങ്കടേഷ്മാരും അങ്ങനെയാണ്. ഈ കുട്ടക്കുറുപ്പൊക്കെ അത് വേറെ രാഗത്തിലാണ്. ഭൂരിവിക്രമ സരമനസ നിന്നുടേ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ, അത് അവിടെ അങ്ങനെ. നാഥാനായക എങ്ങനെ ആശാൻ? നാഥാനായക എന്നുള്ള പദം അത് പിന്നെ ഇയാൾ പാടിയതാ കുട്ടക്കുറുപ്പാശൻ. സിമേന്ദ്ര മധ്യത്തിൽ ആ, അത് വളരെ കേമായി എനിക്കത് തോന്നി. അത് അങ്ങേരുടെ കൂടെ കുറേ പാടാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ അതെല്ലാം പഠിച്ചേനെ. നമ്പ്യാശാനും ഒക്കെ വെങ്കടേഷന്മാരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ശരിക്ക് പ്ലാനൊന്നുമല്ല. നമ്പ്യാശാൻ്റെ സംഗീതം എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഗീതമാണ്. അത് സംഗീതത്തിന് സംഗീതമുണ്ട്, സാഹിത്യത്തിന് ഇതുമുണ്ട്, ഭാവമുണ്ട്, എല്ലാം ഉണ്ട്. എന്തു വൈശിഷ്ട്യം സുതദേവേ, എന്തു വൈശിഷ്ട്യം സുതദേവേ, എന്തു വൈശിഷ്ട്യം സുതദേവേ, എന്തു വൈശിഷ്ട്യം സദന സ്വപതേയാദി സ്വപതേയാദി സകലം ഭാഗ്യ അദ്യാവി സ്വപതേയാദി സകലം പാർക്കിലദ്യാദി പക്ഷീന്ദ്രദനം ലക്ഷ്മി
വീക്ഷണം ലഭിച്ചതും അക്ഷയ വിഭൂതികളിക്ഷണം ലഭിച്ചതും ക്ഷപകമില്ല ലക്ഷണമതുമില്ല ലക്ഷണമതുമില്ല സാന്ധിതം ഗതിച്ചില കതിച്ചില്ല ഞാൻ സാന്ധിതം ഗതിച്ചില സാക്ഷിതം കതിച്ചില്ല സാന്ധിതം ഗതിച്ചില മൂലം സാക്ഷിതം കതിച്ചില്ല ഞാൻ കഥയകി മൂലം പക്ഷേന്ദ്രാസന്നാകും ലക്ഷ്മീശ കൃപയാലേ പാലേ മുഖഭ്രാന്തിയാകും സുഖം വാലേ മുഖഭ്രാന്തിയാകും ീകലേശം നഖിമേ വസ്തുനി നൂനം അഖിലാരാധന ഭക്തി മോഹഗാനമതിലേറ്റം മോഹഗാനമതി മുഖം സുന്ദരി മകനീ മുഖം സുന്ദരി മകനീ ഭൂതി സുതസഹിതം ഐഹിക സുഖം വാലേ ഐഹിക സുഖം വാലേ മോഹഭ്രാന്തിയാകുന്നു ഐഹിക സുഖം വാലേ മോഹഭ്രാന്തിയാകുന്നു ഈഗാഗമ്യകലേശം അഹിമേ വസ്തുനി ഈഗാഗമ്യകലേശം അഹിമേ അറിയാതൊന്നുമില്ലെന്നും അറിവാലോചനേ അറിയാതൊന്നുമില്ലെന്നും അറിവാലോചനേ നമ്മളെ തിരുവിതാംകൂറിൽ കൊട്ടാരം കളി ഭാഗവതന്മാരെന്ന് ഉണ്ണിത്താൻ ഭാഗവതന്മാരെന്ന് അറിയപ്പെടുന്ന രണ്ട് അനിയ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അപ്പം അവരുടെ പാട്ട് കേൾക്കാൻ ഞാൻ പോയി. എന്നെ സംബന്ധിച്ച് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ടുപേരുടെ പാട്ടേ ഇഷ്ടപ്പെട്ടു. ഒന്ന് ഈ ചേർത്തല കൂട്ടവും, ഒന്ന് നമ്മുടെ ഗുരുനാഥൻ. ആ ബാല്യത്തിൽ അതും ഈ പറഞ്ഞ മാതിരിയാണ്. ഇവിടെ വാഴപ്പള്ളി രാമൻകുട്ടി ആശാൻ്റെ രാവണൻ നാണനായരുടെയും കണ്ട് ബാലി ഉടനെ എന്നോട് വന്ന് പറഞ്ഞ്, അങ്ങാരാ എനിക്ക് തൊണ്ട ശരിയല്ല, അതുകൊണ്ട് ഗംഗാരൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങനെ നിന്നപ്പോൾ ആ ബാലി സുഗ്രീവ യുദ്ധത്തിനായപ്പം ശബ്ദമൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു. കേട്ടവർ ഇത് വെച്ച്
ആ താരയുടെ ഇതല്ലേ എനിക്ക് വളരെ അത് വല്ലാതെ ഉള്ളിൽ തട്ടിയ കുട്ടപ്പക്കുറുപ്പാശാനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കുട്ടപ്പക്കുറുപ്പാശാന്റെ ബന്ധം മുഴുവൻ അമ്പലപ്പുഴ പ്രദേശവുമായിട്ടായിരുന്നു. അവരായിരുന്നു കൂട്ടുകാരൻ. അപ്പോൾ അതാണ് കുറുപ്പാശാന്റെ പാട്ട് നാദസ്വരപാണിയാന്നിങ്ങനെ പറയുന്ന ഒരു പക്ഷേ ഇനി ആ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി അത് തന്നെയാണല്ലോ ഗംഗാനാശാന്റെ ഈ ഒരു ശ്വാസത്തിൽ തന്നെ. ഞാൻ ഒരിക്കലെ പകൽക്കുറിയിലെ 2-ാം ദിവസം അപ്പോൾ കുലേവിലേക്ക് ആ ബാലേ ഭൈമി എന്നുള്ളത് ഒറ്റ ശ്വാസത്തിലാശാൻ ആ 56 അക്ഷരകാലം മുറിഞ്ഞിട്ടില്ല. ഞാൻ 5 പ്രാവശ്യം മുറിച്ചിട്ടുണ്ട് കൂടെ പാടി. അപ്പോൾ അങ്ങനെ ആ മുറിയാതെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഭാവമുണ്ടല്ലോ, അതും പറ്റില്ല. നാദസ്വരപാണി ഇതിങ്ങനെ ഒരു സ്ഥായിൽ നിന്നിട്ട് അതിങ്ങനെ ഒഴുകി അത് സാധാരണ നമ്മൾ താഴെപ്പാടി മേൽപ്പാടി അങ്ങനെ പോകുമല്ലേ, അതൊരു സ്ഥായിൽ അത് നിന്നിട്ട് അത് ഇങ്ങനെ ഒഴുകി താഴെ വന്നു മേളി വന്നു അതിങ്ങനെ പോകുന്ന. പക്ഷെ അതാ ഹിന്ദോളമൊക്കെ പാടുമ്പോൾ ഇത് വരണമെങ്കിൽ നല്ല ഉണ്ടെങ്കിലേ പറ്റൂ. ഇത് ഗംഗാനാശൻ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും കഥകളി സംഗീതത്തിൽ കേൾക്കാനില്ല. വെറുതെ ഒരു കേൾവിക്കാരനായ നാശന്റെ സംഗീതം ആസ്വദിക്കാൻ പറ്റില്ല.
അതിലൊന്ന് അകത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. എന്താണെന്ന് അറിയണമെങ്കിൽ തൊണ്ടയുടെ ആ മറ്റാർക്കും ഇല്ലാത്ത ഭൗമമായ ശക്തി കൊണ്ട് തന്നെ പാടി ശ്വാസം കൺട്രോൾ ചെയ്ത് അത് 2 താളവട്ടത്തിന് അപ്പുറത്തേക്കോ ശ്വാസം നിൽക്കുന്ന ആ വഴിയുണ്ടല്ലോ, ഇനി ആരിലും മുൻപോ ഇനിയോ അങ്ങനെ ഒന്ന് കഥകളി സംഗീതത്തിൽ ഉണ്ടാവില്ല. ഏത് സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് വരിക എന്നുള്ളത് ശങ്കടിപ്പാട്ടുകാരനെ പറയാൻ പറ്റില്ല. പീഡിയൊക്കെ വളരെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കൂടെ ശങ്കടി പാടുന്ന നിൽക്കുമ്പോൾ എന്ത് വഴി കൂടിയാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. ഏത് സങ്കീർണ ഗതികളും വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് പാടി ഫലിപ്പിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഗുണം ഏത് വഴിയിൽ കൂടി ഏത് വിന്യാസങ്ങളിൽ കൂടിയും ഭാവത്തിന് അനുഗുണമാകത്തക്ക വിധത്തിലും കഥാപാത്രത്തിനും കഥാസന്ദർഭത്തിനും പരിപൂർണമായി നിരക്കുന്ന രീതിയിലും ഈ രാഗഭാവത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള ആ സിദ്ധി. ഇപ്പം ഹിന്ദുക്കളൊക്കെ പുള്ളി പാടിയാൽ എവിടെയെങ്കിലും ആയിരിക്കും പുള്ളി തുടങ്ങുന്നത്. ശങ്കടിക്കാരൻ നിരദോഷിയാണെങ്കിലും അറിയാൻ പറ്റില്ല. അവനെ പുള്ളി തുറച്ചു നോക്കും, ചിലപ്പോൾ നായെന്ന് വിളിക്കും. അതൊരു കലാകാരനാണ്. എനിക്ക് അയാളോടുള്ള ബഹുമാനതാണ്. കാരണം പ്രത്യക്ഷ കാരണം കല മനസ്സിന് സുഖമില്ലാത്ത തോന്നിയ കല തീർന്നില്ല. ശരിക്കും ആശാൻ പേടിപ്പിക്കണമെന്നില്ല. ആശാൻ അത് ഉള്ളിൽ ശരിക്കും ഒരു ഇവൻ എത്ര ഉണ്ട് എൻ്റെ ഒപ്പം നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ആശാൻ്റെ ആ പാട്ടും ആശാൻ്റെ നോട്ടമൊക്കെ. അപ്പം നമ്മളത് കണ്ട് പേടിക്കാണ്ട് ആശാൻ അങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് സാരമില്ല എന്നുള്ള മട്ടിൽ സിമ്പിളായിട്ട് അതിനെ കൈകാര്യം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ആശാനും അറിയാം ആശാൻ പാടണോളെ ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. വരുന്ന മറ്റ് സഹഗായകർ ഒരേ സ്ഥലത്ത് പോയി നിന്ന് ഓച്ചാനിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കതൊരു ഭയങ്കരം തന്നെയാണ്. അന്നൊക്കെ ഞാൻ തുടക്കകാലത്ത് ആലോചിച്ചിട്ടുണ്ട്, എന്തെന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഭയപ്പെടാൻ പാകത്തിന് എന്തായിരിക്കണേ. അപ്പോൾ ഇനി വല്ല കളരിയിലൊക്കെ വല്ല അടിയോ തൊഴിയോ ഉപദ്രവമോ ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായി അങ്ങനെ ഒരു പേടി. ഇതൊക്കെ കഴിഞ്ഞൊരു 85 ആയപ്പോഴേക്കും ഇരിക്കും തിരിച്ചറിയണേ ആശാൻ്റെ സംഗീതത്തിന് ഗുണം തിരിച്ചറിയണേ അന്നാണ്. അപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇവർ ഓച്ചാനിക്കണം എന്നുള്ളത്. മറ്റു കലാകാരനെ ഓച്ചാനിച്ചിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് അന്ന് മനസ്സിലാവണം. കാരണം അവർ പേടിക്കുന്നത് ഗംഗാരാശൻ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന രൂപത്തിനുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതത്തിനെ തന്നെ നമുക്ക് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പ്ലാൻസ് ഇന്ന് പാടിയതാവില്ല നാളെ പാടുക, നാളെ പാടിയതാവില്ല പറഞ്ഞ പാടുക, അങ്ങനെയുള്ള അത് ആ സംഗീതജ്ഞാനം ധാരാളം ഉണ്ടാവുകൊണ്ടാണ് വരണത്. ഈ കൂടെ ചേർന്ന് പാടുമ്പോൾ അതുപോലെ പാടി ഫലിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ അങ്ങനെ കൂടെ പാടിയിട്ട് അതിനെ ഒരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതും അദ്ദേഹത്തിനൊരു ചെറിയൊരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്കെപ്പോഴും കൂടെ പാടുന്ന ഒരാൾ ശങ്കിടി പാട്ടുകാരൻ വളരെ തുല്യ ബലവാനായിട്ടും അയാൾക്ക് നല്ല സഹകരണ മനോഭാവത്തോടു കൂടി അയാൾക്ക് ഇതിനോട് ചേർന്ന് പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ തൻ്റെ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു വ്യക്തിത്വത്തിലേക്ക് തനിക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ കഴിയുള്ളൂ. അത് എബ്രാന്തിരിക്കൊക്കെ ആ ഭാഗ്യം ഉണ്ടായിട്ട്. ഹരിദാസേട്ടന് ബാബു ഉണ്ടായിരുന്നു, എബ്രാന്തിരിക്ക് നിരവധി പാട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗ്യം ഗംഗാരാശന് കിട്ടി. കാരണം ആ വഴിയുടെ സങ്കീർണത ആ പാട്ടിൻ്റെ വഴികളിലേക്ക് മറ്റു പാട്ടുകാരെ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. വേറൊരു കാര്യമുണ്ട്, ആശാന്റെ കളരിയിൽ പഠിച്ചിട്ടുള്ളവർക്ക് ആശാന്റെ കൂടെ പാടാൻ പേടി തന്നെയാണ്.
ശരിക്കും പറഞ്ഞാല് ശബ്ദത്തിന് മോഡുലേഷൻ, ഇപ്പൊ എല്ലാരും പറയും യഥാസനാണ് ശബ്ദത്തിന് മോഡുലേഷൻ കൊടുത്ത് പാടുന്നതാണ് പൊതുവെ കഥകളി ആസ്വാദകർ എല്ലാരും പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന അതല്ല. വായു നിർത്തി ശബ്ദത്തിന്റെ ഒതുക്കി അതായത് പാടുന്ന ഒരു പാട്ട് ശരിക്കും കൊണ്ടുവന്നത് ഗംഗാനശൻ തന്നെയാണ്. നമ്മൾ ആ വിജയനേവരെയൊക്കെ കാണുമ്പോൾ പറയാം, എന്നൊക്കെ ആശം പറയുമ്പോൾ എത്രമാത്രം ശബ്ദത്തെ കൊണ്ട് ഒതുക്കിയാ പാടുന്നതെന്ന് നോക്കി. ബന്ധുഭവനെ ചെന്നായോ ഭീരു ബന്ധുഭവനെ ചെന്നായോ അവനെ ചെന്നായോ ബന്ധുഭവനെ വളരെ മുണ്ടൈനായിട്ടുള്ള നമ്മുടെ ലൗകികമായ ഒരു അവസ്ഥകളെ ട്രാൻസെൻഡ് ചെയ്യുന്ന രീതിയിൽ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ ഗംഗാരാശന് അന്യാദൃശമായ സിദ്ധിയാണ്. അദ്ദേഹം ഈ അരങ്ങിൻ്റെ ഈ ഭൗതിക സ്വഭാവത്തെ മറന്ന് സംഗീതം തരുന്ന മറ്റൊരു ലോകത്തിലേക്ക് അവനവനറിയാതെ തന്നെ പറന്നു പോകുന്നൊരു ദൃശ്യം അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കും. മറ്റ് കഥകളിയുടെ വ്യവസ്ഥകളും ചിട്ടകളും ആ മാത്രകളിൽ അതാത് മാത്രകളിലെ ചേങ്കിലേക്ക് അടിക്കുന്നതൊക്കെ അതിൽ നിൽക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് സംഗീതം എന്ന് പറയുന്നത് ഒരു വലിയൊരു ആത്മീയ അനുഭൂതിയാക്കി മാറ്റാനുള്ള ഒരു ത്വര, അതിനുള്ള അത് വളരെ സഹജമായിട്ട് അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു വാസന. ആ വാസനയെ ചില സമയങ്ങളിൽ നിയന്ത്രണമില്ലാതെ കൊണ്ടു നടക്കാനുള്ള ഒരു ശേഷി, അതിനുള്ളൊരു പ്രാഗൽഭ്യം, അത് അവനവനെ മറന്ന് അതിൽ ലയിച്ചു നിൽക്കാനുള്ളൊരു ഒരു മാനസികാവസ്ഥ. നാലാം ദിവസം മൂന്നാം ദിവസമൊക്കെ പാടുമ്പോൾ ആശാൻ പാടിയ വഴികൾ ഇന്നുള്ള യുവഗായകര് ഒന്ന് കേട്ട് പഠിക്കാൻ ബാക്കിയുണ്ട്. നളചരിതമാണ് എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അതിനെ കുറച്ച് സംഗീതത്തോട് ചെയ്യുന്ന ചില ഇളവുകളുണ്ട്. ആ ഇളവുകളൊന്നും ആശാനില്ല. കഥകളി സംഗീതത്തിന് അതിൻ്റെ ചട്ടക്കൂട് കൃത്യമായി കീപ്പ് ചെയ്തിട്ട് അതിലേക്ക് ആ രാഗത്തിനെ ഭംഗിയായി അതായത് ഈ രാഗത്തിലെ ഏത് സഞ്ചാരമാണ് കഥകളിക്ക് യോഗ്യം, ആ രാഗത്തിൽ ഒരുപാട് തരത്തിലുള്ള സഞ്ചാരങ്ങൾ നിലവിലുള്ളൂ. ജീവസ്വരത്തിലെ എന്ത് തരം സഞ്ചാരമാണ് ഈ ഭാവത്തിന് യോഗ്യം എന്നറിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന വഴി. ഭൈരവിയിലൊക്കെ കൃതി പഠിച്ചിട്ടുണ്ടോ? കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കലാമണ്ഡലത്തിൽ വന്നപ്പം ഒരു കീർത്തനം പാടാൻ പറഞ്ഞിരുന്നു. ഏത് കീർത്തനം ആശം പാടിയത്? Yeah.
കർണാടക സംഗീതജ്ഞനാവാനുള്ള അദ്ദേഹത്തിന്റെ മോഹത്തിന്റെ പല പല അടയാളങ്ങളും അദ്ദേഹത്തിന്റെ കഥകളിപ്പാട്ട് കാണാൻ. അത് ഏത് പദം എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും. ഒന്ന് രാഗശുദ്ധി, ഭാവശുദ്ധി, പിന്നെ സഞ്ചാരങ്ങളിലുള്ള വിശ്വാസം, കണിശത. അത് അത്രത്തോളം നിഷ്കൃഷ്ടമായിട്ട് നോക്കി പാടി സാധകം ചെയ്ത് ഉറപ്പിച്ച് പാടിയിട്ട് വന്നതിൻ്റെ ചില ഗുണങ്ങൾ. അതേസമയം സാധകം ചെയ്ത് ഉറപ്പിച്ച് വന്നതിനേക്കാൾ ആ നിമിഷത്തെ പ്രചോദനം നൽകണ ഒരു ഭാവന. അത് കർണാടക സംഗീതക്കാർക്ക് എല്ലാവർക്കും, എല്ലാ വലിയ കർണാടക സംഗീതജ്ഞർക്കും ഉള്ളതിൻ്റെ അംശങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ ഗംഗാരാജാന്റെ പാട്ടിൽ. അന്ന് 2 സ്ത്രീകളായിരുന്നു. അവിടെ ചെന്ന് ഈ സരിഗമ മുതൽ പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സിറ്റുവേഷനൊന്നും എനിക്കറിയില്ല. ആ കുടുംബത്തിൻ്റെ അവരുടെ ഭർത്താവ് ആരാ എന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം സുമുഖനായ ഒരാൾ പെട്ടെന്ന് അവിടെ വന്നു. അതാണ് CK വേലുക്കുട്ടി നായരെന്ന് പറയും. അന്നത്തെ ഏറ്റവും വലിയ കർണാടക സംഗീത വിദഗ്ധനായ മന്നാർഗുഡി രാജഗോപാല പിള്ളയുടെ ശിഷ്യൻ. പിന്നെ പഠിപ്പിക്കുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. മറ്റ് സംഗീത വഴികളിൽ പോകാൻ മറ്റൊരവസരം കിട്ടാതെ വന്ന് അദ്ദേഹം കലാമണ്ഡലത്തിൽ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സംഗീതത്തിൻ്റെ ഒരു നഷ്ടവും കഥകളിപ്പാട്ടിൻ്റെ ഒരു വലിയ അനുഗ്രഹവുമായി മാറി. അതാണ് സത്യം. ഒരു പക്ഷേ കഥകളിപ്പാട്ടിൽ എത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കർണാടക സംഗീതജ്ഞരിൽ ഒരാളായാണ്. എല്ലാ പാട്ടുകാരും താഴത്തെ ഷഡ്ഡത്തിൽ മുകളിലത്തെ ഷഡ്ഡും പോയി ഇങ്ങനെ പോയി ഒരു ചെറുക്കാനൊക്കെ എന്തൊക്കെ ചെയ്യും. ഇങ്ങോരത് തന്നെ ചെയ്യണം. അതുപോലെ ആ വഴി ഇങ്ങനെ പോയി തിരിച്ചു വരും. ആ വഴിക്കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. സംഗീതത്തിലെ രാഗങ്ങൾക്ക് ദശവിധ ഗമകങ്ങൾ എന്ന് പറയുമല്ലോ. അതിൽ എനിക്ക് ഈ ഭൈരവി ശങ്കരാഭരണമൊക്കെ അതിന് ഉദാഹരണമാണ്. ഏതാണ്ട് അതേ രീതിയിൽ പ്രയോഗിച്ചിരിക്കുന്ന കഥകളി സംഗീതത്തിലെ ഒരാൾ ഗംഗാരാജൻ. അതിങ്ങനെ ഒരു സ്വരത്തിൽ നിന്ന് വന്ന് ഇങ്ങനെ അത് എന്താ അശിച്ചു പാടുന്നത്. ഭൈരവിയുടെ നിഷാദ ഇങ്ങനെ അശിച്ചു പാടണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത്. ഇന്ന് അതേ ഒരു രീതിയിലാണ് ഗംഗാരാജാന്റെ പാട്ട്. ഒരു സ്വരത്തിൽ നിന്ന് ഇങ്ങനെ അശിച്ച്, അതാണ് ഈ ഭാവം കൂടി വരുന്നത്. ഇവിടെ ഗമകത്തിൻ്റെ ഒരു നീളം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരീരം അത്ര സുഖമല്ലാതിരുന്ന കാലത്ത് കേട്ട് ഇനി ഇദ്ദേഹത്തിനെ കേൾക്കണോ എന്നൊക്കെ സംശയിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ നിന്ന് ചിലർ എന്താ പറയുക, ഇനി ആശാന്റെ സംഗീതം കേൾക്കാൻ മാത്രമായിട്ട് പോകുക എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലം പിന്നീടുണ്ടായിരുന്നു. അതും ആശാൻ തന്നെ അവനവനെ തിരിച്ചു കൊണ്ടുവന്നൊരു വരവ്.
മറ്റാര് പാടിയാലും നന്നാവാത്ത, കഥകളിത്തം കിട്ടാത്ത, അരങ്ങ സംസ്കാരം ലഭിക്കാത്ത ചില പദങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ അവളേതൊരു കാമിനി എന്നുള്ളത് വൃന്ദാവന സാന്നിധ്യത്തിലാണ്. അസാധ്യത വൃന്ദാവന സാന്നിധ്യത്തിൽ പാടുക. കഴിഞ്ഞ് മറ്റേ സ്വൈരവചനം എന്നുള്ളത് ആഹിർഭൈരവിപ്പാണ്. ആഹിർഭൈരവി തൊട്ടാൽ ഈ ഹിന്ദുസ്ഥാനി ചൊവ്വ പറഞ്ഞ ഒരു രാഗമായതുകൊണ്ട് ആര് പാടിയിട്ടും ആ അനുഭവം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇദ്ദേഹം പാടുമ്പോൾ അതിൻ്റെ ഹിന്ദുസ്ഥാനി സ്പർശം, അതിൻ്റെ ഒരു ആർദ്രത നിലനിൽക്കുമ്പോൾ പോലും ആ പ്രാദേശികതയും അതിൻ്റെ ദേശീയ സ്വഭാവവും നിലനിർത്താൻ അപ്പോൾ ആ ദേശീയയുടെയും മാർഗിയുടെയും ഉചിതമായ ഒരു സങ്കലന പ്രക്രിയ ഇദ്ദേഹത്തിൻ്റെ പാട്ടിലുള്ള നീളം. ഞാൻ പറഞ്ഞ കഥകളിയിൽ വിരൽ മടക്കി ഒരു 10 രാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുതിയ കഥകളിയിൽ മുമ്പില്ലായിരുന്ന രാഗങ്ങളെല്ലാം ഗംഗാരാശൻ കൊണ്ടുവന്നു. അത് പലരുടെയും പേരിൽ അറിയപ്പെടുന്നു. കൊണ്ടുടൻ ആർക്കും പട്ടിണി കൊണ്ടുടൻ ആർക്കും നാഥ പട്ടിണി കൊണ്ടുടൻ ആർക്കും നാഥ. ഗംഗാരാശന്റെ മാറ്റങ്ങളൊന്നും മറ്റൊരാൾ പറഞ്ഞു മാറ്റില്ല. അദ്ദേഹത്തിന് തന്നെ സ്വയം ബോധ്യപ്പെട്ട് അദ്ദേഹം മാറ്റില്ല. ആ ബോധ്യപ്പെട്ട് മാറ്റിയത് അദ്ദേഹം ആരും അറിയാതെ സ്വയം ഒരുപാട് റിഹേഴ്സൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പാടി 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 അതിനൊരു സ്വരൂപം ഉണ്ടാക്കി. അങ്ങനെ സ്വരൂപം ഉണ്ടാക്കി വൃത്തിയാക്കാതെ പാടുന്നതൊന്നും ഒരു ക്ലാസിക്കൽ സംഗീതത്തിന്, ഒരു സംഗീതത്തിന്റെ ക്ലാസിസിസത്തിന് ചേർന്നതല്ല എന്നുള്ള ആ ഒരു കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം ഈ നീലകണ്ഠ നമ്പീശന് ഈ പാട്ടുകാർക്കൊക്കെ കിട്ടി. അത് അക്ഷരം പ്രതി അനുസരിച്ച് പോകുന്നൊരു ഗായകനെയാണ് ഈ ഗംഗാരാശാനെ കാണാൻ സാധിക്കും. ശബ്ദം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തരുന്നതാണ്. അത് ഘനം കൂടിയാലും കുറഞ്ഞാലും അപ്പം നമുക്ക് ഇച്ചിരി ശബ്ദം ഘനം വേണമെന്ന് പറഞ്ഞാൽ ഒക്കില്ല. മാനസം ആദ്യ സന്താനമേ പാദം മാനസം ആദ്യ സന്താനമേ പാരം മാനസം ആദ്യ സന്താനമേ പാരം മാനസം ആദ്യ സന്താനമേ പാരം സന്താപമാകിയൊരു വണ്ടിയിൽ വെന്തേടുന്നു. പാടി വരുമ്പോ ശബ്ദമൊക്കെ ശരിയായിട്ട് കിട്ടുകയാണെങ്കിൽ രാഗം ഇങ്ങനെ വരും, മാറി മാറി ശബ്ദമൊക്കെ അറിഞ്ഞ് അങ്ങനൊരു ഇതിലാണെങ്കിൽ പിന്നെ പഴയ മാതിരി തന്നെ ആയിക്കോട്ടെ. പുതുവളസന്മാരോടൊപ്പം എത്ര മേളപ്പം ഗംഗാരൻ പൊന്നാനി പാടിയിട്ട് എത്രയോ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും തൃപ്തിയാണ്. അപ്പോൾ കൃഷ്ണോട്ട് പാഴ്സാനായാലും വേണ്ടിയില്ല, ഭാഷക്കാർക്കായാലും വേണ്ടില്ല, എല്ലാവർക്കും ഗംഗാരൻ്റെ പാട്ട് വളരെ തൃപ്തിയാണ്. പ്രത്യേകിച്ച് കൃഷ്ണോട്ട് പാഴ്സാനൊക്കെ
നസീം പറഞ്ഞാണ് ആരെയും പിടിക്കില്ല അങ്ങനെയാണ്. പക്ഷേ കൃഷ്ണൻ പ്രസാദനും കൂടി ഗംഗാധരനെ നല്ല ഇഷ്ടമായിരുന്നു, പാടിൻ്റെ തൃപ്തിയായിരുന്നു. ഗംഗാധരൻ എന്ന ഒരു ഗായകനെ പോലെ ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റിയൊരു കാലം അല്ല അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തിലുണ്ടായി. അദ്ദേഹം പാടി വന്നിരുന്നൊരു കാലം, അന്ന് കൊടുത്തിരുന്ന ആ സപ്പോർട്ടും അന്ന് കൊടുത്തിരുന്ന ഒരു പിന്തുണയും അന്നത്തെ സഹകരണവും അന്നത്തെ കഥകളിപ്പാട്ടുകാരുടെ കഥകളിയിൽ പ്രവർത്തിച്ചിരുന്നവരുടെയും സഹൃദയരുടെയൊക്കെ ആസ്വാദനത്തെ സംബന്ധിച്ച് അവരുടെ സമീപനമൊക്കെ ഗംഗാധരൻ എന്നുള്ളൊരു ഗായകനെ വലിയൊരു ബിംബമാക്കാൻ സഹായിച്ചു. കഥകളിയെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ മുദ്രയൊക്കെ പഠിക്കുമ്പോൾ വായു കൊടുത്ത് അരയ്ക്ക് വായു കൊടുത്ത് ചെയ്യാത്ത മുദ്രകൾ ശീലിച്ച ഒരാൾ കുറച്ച് കാലം കഴിഞ്ഞ് മുദ്ര കാണിച്ചു തുടങ്ങിയ മുദ്ര തന്നെ ഗ്രാമ്യമായി പോകും. അത് മറ്റേ നാട്യധർമ്മി അല്ലാണ്ടേ ആയിപ്പോകും. ആ ഒരു വഴി, ആ ഒരു ചിന്ത സംഗീതത്തിലും വേണമെന്ന് ആശാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. നമ്മളെവിടേക്കോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ട് പറച്ചുകാരനൊരു ഭാവമുണ്ട്. എന്ത് പാടിയാലും സമാനതകളില്ല ഇല്ലല്ലോ. അദ്ദേഹം ആരെയും അനുകരിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. ഏതെങ്കിലും ഒരു സംഗീതത്തിൽ ലാൻസനകൾ സംഗീതനാശങ്ങൾ കത്തി നിൽക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് കഴിഞ്ഞ് പോയി പിന്നെ ഗംഗാരസൻ വരുമ്പോൾ എന്തൊരു വ്യത്യസ്തതയാണ്. പിന്നെ ആശാന്റെ പാട്ടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഒരാൾ നന്നായി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മോശമായി എന്ന് പറഞ്ഞാലോ അങ്ങോട്ട് ശ്ലോകമൊക്കെ അങ്ങോട്ട് ചൊല്ലി എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അപാരമായ അനുഭവം നമുക്കവിടെ കിട്ടുക. ഞാൻ ഉൾപ്പെടെ 6 പേരെ ആസ്വാദകരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഗംഗാരസൻ പാടാനുണ്ടായിരുന്നു. ഇത് പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അപ്പം സാധാരണ ഇത് സാവേരിയിൽ അങ്ങോട്ട് രാഗം ഒരു സാവേരി മാറി മാറി സാവേരി പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആശാൻ പെട്ടെന്ന് അപ്പം ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ആശാൻ ആൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഞാനൊന്ന് അത് നീ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്ന ആളില്ല, നീ ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞ് ഞാനവിടെ ഇങ്ങനെ ഇരിക്കുമ്പം സാധാരണ സാവേരി ശ്രീമൻ സഖേ അതൊക്കെ ഇങ്ങനെ പാടി ഇങ്ങോട്ട് താഴോട്ട് വരുമ്പം ഇങ്ങനെ വന്ന് ഇനി വീണ്ടും സാവേരി ആവാം എന്ന് വിചാരിച്ചിരിക്കുമ്പം ശങ്കടിക്കാരനെ പോലും കടത്തി വെട്ടിക്കൊണ്ട്
കുരുക്കളുടെ മകൂടെ സ്ഫുരിക്കും രത്നമേ നീഹ ഇഹ വസിക്ക എന്ന് പറഞ്ഞിട്ടും ശങ്കടിക്കാരൻ നല്ല അറിയപ്പെടുന്ന ഒരു കലാകാരൻ. ആ കലാകാരൻ വീണ്ടും സാവേരിക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആശാനം നോക്കി ദേവേന്ദ്രസൂതനോ പാക്കിൽ വീരൻ കോസലപതി സാരഥിയ പൂതലേ വാണിടുന്നു ഹരിചന്ദ്ര മഹീപാലക എന്ന വേഗതയിൽ പറയുമ്പോൾ ആ രംഗത്തിൻ്റെ എന്താണ് അവിടെ ഉദ്ദേശിക്കാൻ വരുന്നത്, അടുത്ത രംഗത്തിന് എന്താണ്, തുടർന്നുള്ള കഥയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചന കൂടി ഹരിചന്ദ്ര മഹീപാലക എന്നുള്ള വിളിയിൽ വിശ്വാമിത്രന്റെ ആ പദത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ധ്വനി. വിശ്വാമിത്രന്റെ ആഗമന ഉദ്ദേശം ഒരു വരിയിൽ പ്രതിഫലിപ്പിക്കും. ഒരു സാഹിത്യ കൃതിയിലെ ഒരു ഒരു വരിയിലെ നമ്മൾ ധ്വനി എന്ന് നമ്മൾ സാധാരണ പറയും. വക്രോക്തി, ധ്വനി, ഇങ്ങനെയൊക്കെ രസം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളുണ്ടല്ലോ ഈ സാഹിത്യത്തിൽ വരുമ്പോൾ. അതുപോലെ ഒരു ധ്വനിയാണ് ഇത് ഈ തുടക്കത്തിൽ അത് പാട്ടിൽ കൂടെ ധ്വനി വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ആശാന്റെ കഥകളി സംഗീതം നൊട്ടേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നൊട്ടേറ്റ് ചെയ്താൽ തീർച്ചയായും രാഗത്തിനപ്പുറം ഒരു രാഗം എടുത്താൽ ആ രാഗത്തിനപ്പുറം കഥകളി സംഗീതത്തിന് അതിൻ്റെ നൊട്ടേഷൻ മറ്റൊന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും. അതൊരു പക്ഷേ ശാസ്ത്രീയ സംഗീതക്കാരൊന്നും പൂർണ്ണമായി മനസ്സോട്ട് അംഗീകരിച്ചു എന്ന് വരില്ല. എന്നാൽ പോലൊരു സംശയമില്ല, എവിടെയാണ് അതിൽ സംഗീതത്തിൻ്റെ രാഗത്തിൻ്റെ വഴിക്കപ്പുറം കഥകളി സംഗീതം എവിടെയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നൊട്ടേഷൻ ആവശ്യമാണ്. ആ പാട്ട് അതിൻ്റെ അടിസ്ഥാന ഗതിയിൽ വിളംബകാല ആശ്രിതമാണ്. അതിന് വിളംബകാലമാണ് ഏതൊരു കലയുടെയും സംഗീതത്തിൻ്റെയും മേളത്തിൻ്റെയും അഭിനയത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ക്ലാസിസിസത്തിനെ നിർണ്ണയിക്കുന്നത് ഈ വിളംബകാലത്തിൽ വിശദാംശങ്ങളിലേക്ക് കടക്കാനുള്ള ശേഷിയാണ്. ആ വിശദാംശങ്ങളിൽ എമ്പാടും സഞ്ചരിക്കാനുള്ള ഒരു മനസാന്നിധ്യവും ക്ഷമയും അതിനുള്ള സന്നദ്ധതയും അതിന് ആവശ്യം വേണ്ട വിഭവങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു അവതാര പുരുഷനായിട്ട് നമുക്ക് ഗംഗാരാശാനെ
തിരുവിതാംകൂറിൽ നിന്ന് ആ സംഗീതത്തിൻ്റെ, കർണാടക സംഗീതത്തിൻ്റെ ബലിഷ്ഠമായ സൗന്ദര്യം സ്വാംശീകരിക്കാൻ ഗംഗാരേശൻ കഴിഞ്ഞത് ഈ കഥകളിയുടെ വടക്കൻ സമ്പ്രദായത്തിൽ നിന്ന് കല്ലുവഴിച്ചിട്ട് എന്നതിൻ്റെ വ്യാകരണമുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി സമീകരിച്ചുകൊണ്ടുള്ളൊരു കഥകളി സംഗീത പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും അതിൻ്റെ ഭരതവാക്യമാണ്